welcome guys. സ്വാഗതം നമ്മുടെ ഇംഗ്ലീഷിന്റെ മറ്റൊരു ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് ഇംഗ്ലീഷ് ലൈവ് ആണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണ്, വി ഗോട്ട് എ ന്യൂ ബുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെയാണ്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് മൈ സ്റ്റുഡൻസ് ഹാവ് ജോയിൻഡ് ഇൻ മൈ ലൈവ് class. ഞാൻ നോക്കട്ടെ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. Can you please show me the comment box, man, my brother? Comment box കാണിക്കടേ. Okay, yes. Hi miss, hello miss. ക്ലാസ് എപ്പോഴാ തുടങ്ങുന്നത്? ക്ലാസ് തുടങ്ങി guys. Okay, first of all എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് എപ്പോഴും നമ്മൾ സെലിബ്രേഷനോട് കൂടി അല്ലേ, സെലിബ്രേഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തുടങ്ങേണ്ടത്. സോ യു ഗൈസ് ഹാവ് ടു ലൈക്ക് അവർ ക്ലാസ് ഫസ്റ്റ്. ഓക്കെ, എല്ലാവരും അവിടെ പോയി ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ചേ. ഓക്കെ, എല്ലാവരും എവറിബഡി പ്ലീസ് എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ലൈക്ക് ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് അങ്ങ് പ്രസ് ചെയ്യുക. നമ്മുടെ ലൈവ് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സെക്കൻഡ് വൺ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ലൈക്ക്, എന്താണ് സ്കൂൾ തുറന്നിട്ടുള്ള വിശേഷങ്ങൾ എന്താണ്? ഹൗസ് ഗോയിങ് യുവർ സ്കൂൾ, ഹൗസ് ഗോയിങ് യുവർ ക്ലാസസ്, വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ്, വാട്ട് അബൌട്ട് യുവർ ന്യൂ ലഞ്ച് ബോക്സ് ആൻഡ് ദ ഡിഷസ് ആൻഡ് ഓൾ. എന്താണ് ഐ മിസ് യു മിസ് എന്ന് പറയുന്നത് വളരെ സാഡായിട്ടാണല്ലോ പറഞ്ഞത്. ഐ മിസ് യു മിസ് എന്ന് പറഞ്ഞ സന്തോഷം കാണിക്കും. ഞാനിവിടെ വന്നില്ലേ, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയില്ലേ. എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? അടിപൊളിയാണ് മിസ്, സെറ്റാണ്, കട്ടക്ക് സെറ്റാണ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ അപ്പോൾ അടിപൊളിയാണല്ലേ. ഓക്കെ, അടിപൊളിയാകണല്ലോ, ഞാൻ അതിനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി എന്താണ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്ലാസ്സസ്? പുതിയൊരു പുസ്തകത്തോളം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അപ്രോച്ച് എന്താണ്? ഐ യു ആൾ ഹാപ്പി? നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണോ? നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് പറഞ്ഞേ എല്ലാവരും. അടിപൊളിയാണ് മിസ്സേ, ഓക്കെ ആണ്. യെസ്, അടിപൊളിയാണ്. എല്ലാ വർഷത്തെ പോലെയെന്ന് ഇതൊക്കെ എന്ത് ടെക്സ്റ്റ് ബുക്ക്, എന്ത് കഥകൾ പുതിയതല്ലേ. ഓക്കെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വന്നിട്ടില്ല? ചില സ്കൂൾസിൽ വന്നോ? ഹാപ്പിയാണ് മിസ്സേ എന്നൊക്കെ പറയുന്നുണ്ട്, താങ്ക് യു പറയുന്നുണ്ട്. ഇതല്ല എന്ന് പറയുന്നുണ്ട്. ഇതല്ല എന്ന് ഉദ്ദേശിച്ച് എന്തായിരിക്കും? വേറെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കുമോ? ഓക്കെ ശരി, ഓക്കെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയും ഇറ്റ് ഈസ് ഓഫ് മിനി ഹ്യൂസ് അല്ലേ. എന്താണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര്? എല്ലാവരും കമന്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ യൂണിറ്റ് ഒക്കെ എന്ത് വേണടാ പഠിച്ചിട്ട് നമ്മൾ വെക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ എന്താണ് നമ്മുടെ യൂണിറ്റിന്റെ പേരെന്ന്. യെസ് പറഞ്ഞേ. ഓഫ് മിനി ഹ്യൂസ് അല്ലേ. ഒരുപാട് നിറങ്ങളാണത്, ഒരുപാട് നിറങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രത്യേകതകൾ, നിറങ്ങൾ, ഒരുപാട് തരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഹ്യൂസ് എന്ന് പറഞ്ഞാൽ. വെറൈറ്റീസ് അല്ലേ, വെറൈറ്റീസ് എന്നൊക്കെ നമുക്ക് എന്താ പറയാം, ഒരുപാട് തരത്തിലുള്ളതെന്ന് നമുക്ക് പറയാം. സോ നെയിംസ് ആൻഡ് നെയിംസ് അല്ലേ, ദ കളേഴ്സ് ഓഫ് എർത്ത് ആൻഡ് ക്രോപ്പ് ബോയ്, ദീസ് ആർ ദ 3 chapters which we have in our first unit, right? So what is the first lesson? ഏതാണ് നമ്മുടെ ആദ്യത്തെ പാഠം? ഇറ്റ് ഈസ് നെയിംസ് ആൻഡ് നെയിംസ്. എന്ത് രസമുള്ള പേരാണ് പാഠത്തിൻ്റെ. നെയിംസ് ആൻഡ് നെയിംസ്, പേരുകളും അല്ലേ. എന്തോരം പേരുകളാണ്, മനോഹരമായ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ. ദ കളേഴ്സ് ഓഫ് എർത്ത് ഈസ് ദ സെക്കൻഡ് വൺ. ദ കളേഴ്സ് ഓഫ് എർത്ത് അല്ലേ, ഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ. ഓ മൈ ഗാഡ്, ഭൂമിയുടെ നിറങ്ങൾ, എന്തെല്ലാം നിറങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു സ്ക്രീനിൽ തന്നെ എന്തോരം നിറങ്ങൾ കാണുന്നു. ഐ വോർ എ ബ്ലാക്ക് ഷർട്ട്, സോ ബ്ലാക്ക് ടീ ഷർട്ട്, ആൻഡ് ഐ വോർ എ പിങ്ക് ഷാൾ, and I have a golden color watch here. My watch's dial is green in color, and my iPad is in black in color. iPad pencil is white in color. Then what else? Yes, I have a tissue here. The tissue is in white in color. So ഒരു ചെറിയൊരു സ്ഥലത്തിൽ, ഒരു കുഞ്ഞു സ്ഥലത്ത് തന്നെ എന്തോരം നിറങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്തൊരു സുന്ദരമായ നിറങ്ങളൊക്കെ വരും അല്ലേ. തീർച്ചയായിട്ടും ഒരുപാട് നിറങ്ങൾ വരും അല്ലേ. നെക്സ്റ്റ് വൺ, and that is crop boy. Who is a crop boy?
ആരാണ് ക്രോബോയ്, എന്താണ് ക്രോബോയ് എന്നുള്ള പാഠം, ദ കളേഴ്സ് ഓഫ് എർത്ത് എന്താണ്, നെയിംസ് എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, gradually we are going to learn. So today we are going to begin our first chapter, names and names. So everybody has to put colorful emojis in the comment box. നമ്മുടെ comment box എന്താവണം, it should be എന്താവണം, it should be colorful ആവണം. Can you make it more colorful? Yes. Okay, come on. Ayyo. Easy done. Marandu poi guys. Okay. Yes. ഇവിടെ പാണ്ടയൊക്കെ ഇടുന്നവരുണ്ട്, പാണ്ട ബെയറിനൊക്കെ ഇടുന്നവരുണ്ട്. Okay. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയിംസ് ആൻഡ് നെയിംസ് എന്നുള്ള പാഠമാണ്. സോ ബിഫോർ ബിഗിനിങ് ദ ചാപ്റ്റർ ലെറ്റ് മീ ഷോ യു പിക്ചർ ആൻഡ് ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. നോക്കുക, ഇവിടെ നോക്കുക, നിങ്ങൾ എന്താണ് കാണുന്നത്? വാട്ട് ക്യാൻ യു സീ ഹിയർ? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ആർ ദേ ഫ്രം ദ സെയിം കൺട്രി? നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത്? ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? യു ഹാവ് ടു കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. നിങ്ങൾ എന്താ കാണുന്നത്? പറഞ്ഞേ. പറഞ്ഞടാ. യെസ്, നമ്മൾ എന്ത് കാണുന്നുണ്ട്? കുറേ കുഞ്ഞുങ്ങൾ എന്തുണ്ട്, ഒരു ടേബിളിൻ്റെ മേലെ they are observing a globe and they are discussing something and everybody is laughing. അല്ലേ? ഇവിടെ നോക്കുക, എല്ലാവരും ഫേസും ഒരേപോലെയല്ല, ഓരോ കുഞ്ഞിൻ്റെയും മുഖം എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ആക്ച്വലി നമ്മളെല്ലാവരും മുഖം ഡിഫറെൻ്റ് ആണ്, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ലൈക്ക് നമുക്കറിയാം, നമ്മൾ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട്, അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ ഒക്കെ രൂപത്തിലും എന്തുണ്ടാകും, മാറ്റമുണ്ടാവും. അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, എല്ലാവരും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ദീസ് ഓൾ കിഡ്സ് ആർ ഫ്രം എന്താണ്, ഡിഫറെൻറ്റ് കൺട്രീസ്. അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ എല്ലാ കുഞ്ഞുങ്ങളും. സോ വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ആർ ദേ ഫ്രം ദ സെയിം കൺട്രി എന്നിവിടെ ചോദിക്കുന്നുണ്ട്. സോ വി നോ ദാറ്റ് ദ ചിൽഡ്രൻ ദേ ആർ ഒബ്സർവിങ് ദ ഗ്ലോബ് ആൻഡ് ദേ ആർ ഡിസ്കസിങ് സംതിങ്. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആർ ദേ ഫ്രം ദ സെയിം കൺട്രി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറയാ? നോ, ദേ ആർ നോട്ട് ഫ്രം ദ സെയിം കൺട്രി, ദേ ആർ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അല്ലേ? അവരെന്താണ്, വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ്. എന്തൊരു ഭംഗിയാലേ, ഏറ്റവും സുന്ദരമായതാണ് എന്താ, മക്കളെ. അല്ലേ? എന്തൊരു ഭംഗിയാണ്. നമ്മൾ ശരിക്കും ഒരു സ്കൂളിലെ ക്ലാസ് റൂമിൽ പോയാൽ നമുക്ക് എന്തോരം വെറൈറ്റിയാണ് കാണാൻ പറ്റും. ഐ റിയലി ലവ് ടു വാച്ച് ചിൽഡ്രൻ. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ. ഓക്കെ, യെസ്. അയ്യോ, ഇത് നമ്മുടെ CBSE ക്ലാസ്സിൽ. അതിൻ്റെ ഇടയ്ക്ക് ആരാ വന്ന് ചോദിക്കുന്നത് ഇത് CBSE ക്ലാസ് ആണെന്ന്? എൻ്റെ പൊന്നു കുഞ്ഞെ, ഇത് CBSE ക്ലാസ്സിൽ. ദിസ് ഇസ് അവർ സ്റ്റേറ്റ് ക്ലാസ്. CBSE ക്ലാസ് നമുക്കുണ്ടല്ലോ. ഓക്കെ, is it clear guys? Okay, അപ്പോൾ യെസ്, ഇനി നമ്മുടെ നെക്സ്റ്റ് എന്താ പറയുന്നത്? when you move to another life changes, രാജ്യത്തേക്ക് നമ്മൾ താമസിക്കാൻ പോവാ വിചാരിക്കുക. ഞാനും നിങ്ങളൊക്കെ നാളെ മുതൽ വല്ല ഫിലാഡൽഫിയയിലേക്കോ വല്ല ന്യൂയോർക്കിലേക്ക് വല്ല ടെക്സാസ് വല്ല ജപ്പാൻ ജർമ്മനി സിംബാബ്വെ ഇങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ ഞാനും ജീവിക്കാൻ പോവുകയാണെങ്കിൽ ഓ മൈ ഗോഡ് അവർ ലൈഫ് വുഡ് ബി ചേഞ്ച്. അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ താളം, നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈല്, രീതികളൊക്കെ എന്ത് ചെയ്യും? എവറിത്തിങ് വുഡ് ബി ചേഞ്ച്, റൈറ്റ്? വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ എന്തെല്ലാം ഡിഫറൻസസ്, എന്തെല്ലാം വ്യത്യാസങ്ങൾ നമുക്ക് തോന്നും. ഓഫ് കോഴ്സ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും. അല്ലേ? ആളുകൾ ചേഞ്ച് ഉണ്ടാകും, അവിടുത്തെ ഫുഡ് ഒത്തിരി ചേഞ്ച് ഉണ്ടാകും, സ്കൂൾസ് ചേഞ്ച് ഉണ്ടാകും, സ്കൂൾ സിസ്റ്റംസ് ചേഞ്ച് ഉണ്ടാകും. ഇപ്പോൾ മിസ് പറയുമ്പോൾ മിസ്സിൻ്റെ സിസ്റ്റം, മിസ്സിൻ്റെ രണ്ടാമത്തെ ലാസ്റ്റ് മന്ത് എവിടെ പോയി? ഷീ ലെഫ്റ്റ് ടു ഓസ്ട്രേലിയ. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയ കുറേ കൂടി എന്താണ് വില്ലേജ് പോലുള്ള ഒരു റൂറൽ പോലുള്ള സ്ഥലമാണ്. എന്തായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്? ക്വീൻലാൻഡ്. യാസ്, ക്വീൻലാൻഡ്. അപ്പോൾ ഐ ആസ്ക്ഡ് മൈ സിസ്റ്റർ വാട്ട് അബൌട്ട് ദ സ്കൂൾ ദോ?
എന്താണ് അവിടുത്തെ സ്കൂളിൻ്റെ എന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ യൂണിഫോം ഒന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മൾ എന്താ കാണുക, കളർ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ നല്ല എന്താ പറയുക യോയോ ആയിട്ട് വരുന്ന സ്കൂളാണ് നമ്മൾ കാണാം. അപ്പോൾ മൈ സിസ്റ്റർ ടോൾ മീ ദാറ്റ് ഇവിടെ എന്താണ് നത്തിങ്, ഒരു ടീഷർട്ടും ഒരു ഷോർട്സുമാണ് എന്താ അവിടുത്തെ യൂണിഫോം. ഒരു ടീഷർട്ടും എന്താ പറയുക എത്ര വലിയ കുഞ്ഞുങ്ങളാണെങ്കിലും അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്ത് ചെയ്യുക ചെറിയൊരു കുഞ്ഞു ഷോർട്സ് ഇട്ടിട്ട് പോകണം. അപ്പോൾ അതാണ് എന്ത് യൂണിഫോം. അതേപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ ഞാൻ ചോദിച്ചു പഠിക്കാൻ ഓടുന്നത് സിലബസ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പ്രത്യേകിച്ച് സിലബസും കാര്യമൊന്നുമില്ല, വളരെ കുറവാണ് പഠിക്കാൻ, ഹോംവർക്ക് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, ഒട്ടും പ്രഷറൈസ് ചെയ്യുന്നില്ല, മാത്തമാറ്റിക്സ് ഉണ്ട്, സയൻസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു, ലാംഗ്വേജ് ഇംഗ്ലീഷും ഉണ്ടെന്ന് പറഞ്ഞു. സോ അപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മുടെ ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലേ, നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ് എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ ഫുഡ് ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ ട്രഡീഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം, അവരുടെ കൾച്ചറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. So, look, here is a story of a girl who moved to a new country. The place was very different from where she used to live before. We are going to learn about a girl. ഇപ്പം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, നമ്മളൊരു പുതിയ കൂട്ടുകാരിയെ കാണാൻ പോവാണ്. ആൻഡ് ആ കൂട്ടുകാരി പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി. ഷീസ് ഗോയിങ് ടു live to a new place. അവൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഷീസ് ഗോയിങ് ടു live to a new place, to a new country. She's moving to a new country. The place was very different from where she used to live before. ആ സ്ഥലം എന്താണ്, അവൾ മുൻപ് ജീവിച്ചിരുന്ന സ്ഥലത്തേക്കാളും എന്താണ് ഒത്തിരി ഡിഫറെൻ്റ് ആണ്, ഒത്തിരി വ്യത്യാസമാണ്. അങ്ങനെ ആരാണ്, യെസ് നമ്മുടെ താരം, നമ്മുടെ കുട്ടി ആരാണ്, ഷീ ഈസ് അവർ ഡിയറസ്റ്റ് കുഞ്ഞിച്ചിരുത. എന്തൊരു നല്ല പേരാണ് കുഞ്ഞിച്ചിരുത. ഓക്കെ, കുഞ്ഞിച്ചിരുതയാണെന്ന് നമ്മുടെ പാടത്തിലെ താരം, നമ്മുടെ പാടത്തിലെ മിന്നും മിന്നും താരം ആരാണ്, ഇറ്റ് ഈസ് കുഞ്ഞിച്ചിരുത. ഓക്കെ, കുഞ്ഞിച്ചിരുത stood at the gate gazing at the street. നമ്മുടെ കുഞ്ഞിച്ചിരുത ഇങ്ങനെ നിൽക്കാണ്, ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, കണ്ടോ അല്ലേ, എന്താണ് ഷീസ് ജസ്റ്റ് ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. അവളിങ്ങനെ എന്താ റോഡിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തൊക്കെയോ നോക്കുന്നുണ്ട് അല്ലേ. ഷീ loved to look at passing vehicles and pedestrians അല്ലേ. ഷീ loved to look, എന്താണ് നമ്മുടെ കുഞ്ഞിച്ചിരുതക്ക് നോക്കാൻ ഇഷ്ടം, ആ റോഡിൽ കൂടെ പോകുന്ന ബസ് കാണാൻ ഇഷ്ടമാണ്, കാറുകൾ കാണാൻ ഇഷ്ടമാണ്. വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാഹനങ്ങൾ. അപ്പോൾ ആ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളും അല്ലേ, പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നടന്നു പോകുന്നവരൊക്കെ എന്താണ്, യെസ് എന്താണ്, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. മാം യുവർ ഇംഗ്ലീഷ് ഇസ് സോ ഫ്ലുവൻറ്റ്, കീപ് ഇറ്റ് അപ്പ്. യെസ് ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്ത് സംഗതി എന്താ നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതാണ്. ഓക്കെ, ഞാനും സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഈവൻ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം, ഐ വാസ് നോട്ട് ഈവൻ എന്താണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻറ്റ് പോലെയല്ല മിസ്, നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മിസ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മിസ്സിൻ്റെത് കേട്ട് നിങ്ങളും പഠിക്കണം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരണം. ബിക്കോസ് നിങ്ങൾ 6ാം ക്ലാസ് മക്കളെത്തി, 6ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കൂടി വലിയ ക്ലാസ് ആയി. സോ യു ഗൈസ് ഹാവ് ടു കറക്റ്റ് യുവർ സെൽസ്. ഓക്കെ, അപ്പോൾ മിസ് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതേപോലെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, നൗ ഇനി ഇവിടെ നോക്കുക, ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. വിന്റർ സീസണിൻ്റെ അവസാനമാണ്. ഏത് ക്ലൈമറ്റ് അവിടെ പറയുന്നത്, വിന്റർ സീസൺ ആയിരുന്നു. അവിടെ വിന്റർ സീസണിൻ്റെ അവസാനമായിരുന്നു. ദ എയർ വാസ് വാർമിംഗ് അപ്പ് അല്ലേ. അപ്പോൾ എയറൊക്കെ ഇച്ചിരി തണുപ്പൊക്കെ വിട്ട് ഇത്തിരി എന്താണ് ഇങ്ങനെ ചൂടൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ടാവും. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ് അല്ലേ. അവിടെ എന്താണ്, there was still the occasional cold wind. അവിടെ എന്താണ്, തീർച്ചയായിട്ടും എന്തുണ്ട്, തണുപ്പിന് തണുപ്പും ഉണ്ടാവും. It had been a cold winter in New Jersey. It was only 5. അപ്പോൾ അന്ന് രാവിലെ എന്താണ് കാലാവസ്ഥ, തണുപ്പുണ്ട്, അതെന്താണ് വിന്റർ സീസൺ ആയിരുന്നു, 5 മണിയായിട്ടുള്ളൂ. ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. നോക്കാം എന്താണ്, നൈറ്റ് ഹാഡ് ഫോളൻ അല്ലേ, എന്താണ്, യെസ് ഓക്കെ, അപ്പോൾ രാത്രി, ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ അല്ലേ, ഇരുട്ടാവാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും. ഓക്കെ, the wearing lights of a day and night across season had puzzled കുഞ്ഞിച്ചിരുത. When she arrived in July, the sun set only at 8:30. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചിരുത ജൂലൈയിലാണ് എവിടെ വരുന്നത്, ഈ പറയുന്ന അമേരിക്കയിലേക്ക് വരുന്നത്. അന്നത്തെ സമയത്ത് എന്താണ്, 8:30 മണിക്കായിരുന്നു. ആദ്യം അവർ വരുന്ന സമയത്ത് 8:30 മണിക്കാണ് എന്ത് ചെയ്യുക, സൺസെറ്റ് ഉണ്ടാവുക, സൂര്യൻ അസ്തമിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ സൺസെറ്റ് എപ്പോഴാണ്, ഒരു 6:30-7 ഉള്ളിൽ എന്ത് ചെയ്യും, സൂര്യൻ അസ്തമിക്കും അല്ലേ. സ്ലോലി സൂര്യൻ എന്ത് ചെയ്യും, നല്ല രസമാലേ, എന്താണ് ദ ക്രിംസൺ റെഡ് എന്താ പറയുക. ആ ഒരു സമയത്ത് ആകാശത്തുള്ള ചുവപ്പ് നിറത്തിന് എന്താ പറയുക മക്കളെ, ഇംഗ്ലീഷിൽ നമ്മൾ വാട്ട് ഡു വി സേ,
What do we say? We say crimson red. We say crimson red എന്നാ പറയാ. ഓക്കെ, അപ്പം എന്താണ്, അപ്പം നല്ല ആകാശമൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചുവന്ന ആകാശമൊക്കെ കാണും, സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോൾ ജൂലൈയിൽ നമ്മുടെ ചിരുത അവിടെ വരുന്ന സമയത്ത് കുഞ്ഞി ചിരുത വന്നപ്പോൾ 8:30 മണിക്കാണ് എന്ത് ചെയ്യുക, സൂര്യൻ അസ്തമിക്കാം. The day was more shit. മക്കളെ, യെസ്, നോക്കാം. അയ്യടാ പൂർവി ടെക്സ്റ്റ് ബുക്ക് CBSE ആണ്. ദിസ് ഇസ് അവർ സ്റ്റേറ്റ് ക്ലാസ് ഗൈസ്. വി ഹാവ് സ്റ്റേറ്റ് ക്ലാസ്, വി ഹാവ് CBSE ക്ലാസ്. ദിസ് ഇസ് അവർ സ്റ്റേറ്റ് ക്ലാസ് ഗൈസ്. You guys can go to ഏതാണ് യുവർ ചാനൽ 6th CBSE ക്ലാസ്. ഓക്കെ, പൂർവി നമുക്കറിയാം. പൂർവി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്കാണ്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ്. അത് നമ്മുടെ ചാനൽ ഏതാണടാ, നമ്മുടെ Xylem Class 6th CBSE ചാനലാണ് അത്. ഓക്കെ, മാറിപ്പോകരുത്, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ഓക്കെ, ഇവിടെ നോക്കുക നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ. ദ ഡേ വാസ് മോർ ദാൻ 15 hours long അല്ലേ. ദ ഡേ വാസ് 15 hours long. Okay, ഇനി എന്താ പറയുന്നത്, the day was more than 15 hours long. Now the sun set a little before 5 and the day lasted only a little less than 10 hours. അല്ലേ, അപ്പോൾ 8:30 എന്താണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ, 8:30 മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ അമേരിക്കയിൽ അന്ന് ഏറ്റവും കൂടുതൽ എന്താ പകൽ സമയം പോലെയാണ് അല്ലേ. 8:30 വരെ എന്തുണ്ടാകും, നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ 13 മണിക്കൂറിലും കൂടുതൽ എന്തുണ്ടടാ, പകൽ വെളിച്ചമുണ്ടോ. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നത് എന്താണ്, ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എന്താണ്, സൂര്യൻ അസ്തമിക്കുന്നത് എങ്ങോട്ടേക്ക് വന്ന ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി, 10 മണിക്കൂറിലും താഴെയായി എന്താ ഡേ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. Now the sun set a little before 5 and the day lasted only a little less than 10 hours. Okay, ഇനി നോക്കുക. We have a question here. What did കുഞ്ഞിച്ചിരുത love doing at the gate? എന്താണ് നമ്മുടെ കുഞ്ഞിച്ചിരുതക്ക് ഗേറ്റിൻ്റെ അവിടെ ചെയ്യാൻ ഇഷ്ടം? നമ്മൾ പറഞ്ഞു, എന്താണ് ഇഷ്ടം നമ്മൾ പറഞ്ഞു അല്ലേടാ, നമ്മൾ പറഞ്ഞു എന്താണ് കുഞ്ഞിച്ചിരുതയ്ക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. What does she like? Tell me. Yes. She likes to watch the എന്താണ്, she likes to watch the vehicles and pedestrians അല്ലേ. എന്താണെടാ, pedestrians, full stop. Okay, so she likes to watch the vehicles and pedestrians. Okay, ipo ningalku uttaram kittiyo. What did കുഞ്ഞിച്ചിരുത love doing at the gate? She loves to watch the vehicles and the pedestrians അല്ലേ. റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളും നടന്നു പോകുന്ന ആളുകളെയൊക്കെ നോക്കി കാണാനാണ് ആർക്ക് ഇഷ്ടം, നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് ഇഷ്ടം. അവർക്കത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമല്ലേ. ശരിക്കും നമുക്ക് നല്ല രസമായിട്ടുള്ളൊരു കാര്യം. അത് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടാവും. ഇതിൽ ഏറ്റവും രസമുള്ള സമയം ഒന്ന് രാവിലെയാണ്, ഒന്ന് വൈകുന്നേരം. രാവിലെ നമ്മൾ എന്തോരം പ്രൊഫഷണൽ ആളുകളെ കാണും അല്ലേ, എന്തോരം രസമുള്ള ആളുകളെ നമ്മൾ കാണാം. എല്ലാവരും എന്താണ് രാവിലെ പല ജോലിക്കും പലതരത്തിൽ എന്ത് ചെയ്യും, പല യൂണിഫോമിലും എല്ലാവരും പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. നോക്കോ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? എന്തായിരുന്നു ദ ക്ലൈമറ്റ് എന്തായിരുന്നടാ, ക്ലൈമറ്റ് എന്തായിരുന്നു? വിന്റർ സീസൺ. ദ ക്ലൈമറ്റ് ഇറ്റ് വാസ് എന്താണ്, വിന്റർ സീസൺ ആയിരുന്നു അല്ലേ. ക്ലൈമറ്റ് എന്തായിരുന്നു, വിന്റർ സീസൺ ആയിരുന്നു. ഇനി നോക്കാം. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസൽ അബൌട്ട് ദ വേരിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് അല്ലേ. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസൽ അബൌട്ട് ദ വേരിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് ബേസ്ഡ് അപ്പോൺ ദ സൺസെറ്റ് അല്ലേ. സൺസെറ്റിൻ്റെ കാര്യത്തിൽ, സൂര്യൻ അസ്തമിക്കുന്ന കാര്യത്തിലാണ് അവൾക്ക് കൺഫ്യൂഷൻ. ലൈക്ക് എന്താണ്, സൂര്യൻ എന്താണ് ആദ്യം 8:30 അസ്തമിക്കുന്ന സമയത്ത് എന്തായിരുന്നു കൂടുതൽ, daytime was more, but sunset 5 മണിക്ക് അവസാനിക്കാൻ തുടങ്ങിയ സമയത്ത്
daytime was less അല്ലേ? എന്താണ്? പകൽ സമയം കുറഞ്ഞതുപോലെയാണുള്ളത്. അപ്പൊ അതായിരുന്നു എന്ത്? നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്കുള്ള കൺഫ്യൂഷൻ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് പേജിലുള്ളത് എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ ഫസ്റ്റ് പേജാണ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. മനസ്സിലായോ? എല്ലാവർക്കും സെറ്റാണെങ്കിൽ, എല്ലാവർക്കും മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് ഇമോജി ഇട്ടേ. 2 ലഡു ഒക്കെ അങ്ങീട്ട്. ഹായ് മിസ്, ഗുഡ് നൈറ്റ്. വെരി സോറി, ഇറ്റ്സ് നോട്ട് ഗുഡ് നൈറ്റ് ഫോർ മീ നൗ. വെരി വെരി സോറി. ഓക്കെ ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യും? വല്ല ലഡുവോ വല്ല പിസിയോ വല്ല ജ്യൂസോ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ ഇടേ. ഓക്കെ. I don't have a friend. Okay, Anthony. Who is Anthony? Amar, Akbar, Anthony. Is that Anthony? പണ്ടത്തെ സിനിമയാട്ടോ, മിസ് പോലും ജനിക്കുന്നതിന് മുൻപുള്ള സിനിമയാ. സെറ്റ്. ഓക്കെ. അപ്പോൾ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്, എല്ലാവരും ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, അവിടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, കൂടുതൽ മനസ്സിലാവാതെ നമ്മൾ അവിടെ സ്റ്റോപ്പായി പോകും. സോ ഇഫ് യു ഹാവ് ഡൗട്ട് എന്തെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോകണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയോ Kuni Chirata എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുകൊണ്ട് വിളിക്കുന്ന? ഹലോ കുഞ്ഞി ചേർത്ത എന്ന് പറഞ്ഞ ആരാ അവിടെ വന്നത്? കുഞ്ഞിച്ചിത്ത വാസ് സ്റ്റാർട്ടിൽ അല്ലേ? അവളിങ്ങനെ നെറ്റിപ്പോയി. അത് ആരപ്പോ വിളിക്കുന്നത്? ആൻഡ് ദാറ്റ് വാസ് കേറ്റ്. അല്ലേ? ഹു വാസ് ദാറ്റ്? ദാറ്റ് വാസ് കേറ്റ്. ആൻഡ് ഹു ഈസ് കേറ്റ്? ആരാണ് കേറ്റ് എന്ന് പറഞ്ഞാലോ? ഹർ ക്ലാസ്മേറ്റ് അല്ലേ? അപ്പൊ ആരാണ് കുഞ്ഞി ചേർത്ത എന്ന് വിളിച്ചത്? ആരാണ്? ഇറ്റ് വാസ് കേറ്റ്. ഓക്കെ, കേറ്റ് ആരാണ്? നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ കൂട്ടുകാരിയാണ്, ക്ലാസ്മേറ്റ് ആണ്. ആര്? നമ്മുടെ കേറ്റ്. ഓക്കെ, ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദി സ്ട്രീറ്റ് അല്ലേ? അപ്പോൾ എപ്പോഴാണ് പുള്ളി റോഡിൻ്റെ അപ്പുറത്തെ വശത്താണ് ആര് താമസിക്കുന്നത്? നമ്മുടെ എന്താണ് കുഞ്ഞിച്ചിരുതൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത്. ഓ നോട്ട് അഗെയിൻ കുഞ്ഞിച്ചിരുത സെറ്റ് ഹെർസെൽഫ് ഓൺടു ഹർ ബ്രേത്ത് അല്ലേ? അപ്പോൾ കുഞ്ഞിച്ചിരുത എന്ത് പറയും? ഓ നോട്ട് അഗെയിൻ. അതായത് നമ്മുടെ പേര് ശരിക്കും വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഭയങ്കര ദേഷ്യം വരും അല്ലേ? മിസ്സിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, JCAയിലുള്ള മിസ്സിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഐ ഹാവ് എ ഫ്രണ്ട് Lakshmi, okay, and I call her Lakshmi Chechi. She's a very sweet person, okay, but she always calls me like ende perenda misside perenda Anvara എന്നല്ലേ, but she always call me Anvara. എന്താ Anvara? And she has a very എന്താ പറയുക typical നമ്മുടെ മറ്റേ Brahmins not look like that അച്ചടി മലയാളം no, that like ഒരു style in അപ്പോൾ she calls me like എന്താണ് Anvara. അപ്പോൾ നമുക്ക് ശരിക്കും പലപ്പോഴും നമ്മുടെ പേര് എന്താണ്, നമ്മുടെ പേര് ശരിക്കും വിളിക്കുന്നത് കേട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സംടൈംസ് വി മേ ഫീൽ സാഡ്, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ? ബട്ട് ലക്ഷ്മി ചേച്ചി സിൻസ് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഷീ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മീ, എനിക്ക് ദേഷ്യം വരാല്ല. മോളി അൻവര അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുക. അപ്പോൾ നമ്മുടെ പേര് ചിലവർ എന്ത് ചെയ്യും, നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ പേര് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും വിളിക്കും അല്ലേ? ഓക്കെ, anyway, come back here. So that was Kate and her classmate. She lived just across the street. Oh, not okay. Kunyichida said to herself under her breath. Le, appo endana Kunyichida par, oh no, please. In nammal parle angane vilikile nammal parle. Adeypole Kunyichida പറഞ്ഞു, when will she learn to pronounce my name right? Appo Kunyichida viyakkane, എന്താണ് എൻ്റെ റബ്ബി, ഇവളെ എപ്പോഴാണ് എൻ്റെ പേര് ശരിക്ക് പറയാൻ പഠിക്കാം? എപ്പോഴാണ് ഇവൾ എന്ത് ചെയ്യുക, ഈ പേര് ശരിക്കും ഒന്ന് പറയാൻ പഠിക്കുക എന്ന് കുഞ്ഞിച്ചിരുത് എങ്ങനെ വിചാരിക്കാം? This was a 6th month at school back in Kerala. She had only learned some English rhymes at play school. അപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞിച്ചിരുത് കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഇംഗ്ലീഷ് റൈംസ് അല്ലേ? എന്താണ്? ജോണി ജോണി യെസ് പാപ്പ ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ. അതേപോലെ land bridge is falling down land bridge is falling down അല്ലേ? നെക്സ്റ്റ് എന്താണ്? Incy wincy spider went up the hall again. അങ്ങനെയുള്ള
കുറച്ച് റൈംസ് മാത്രമാണ് നമ്മുടെ കുഞ്ഞിച്ചിരുത് കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് she had learned, okay, but she had picked up English with an amazing speed when she came to US. അവൾ US-ൽ പോയ സമയത്ത് അമേരിക്കയിൽ പോയ സമയത്ത് എൻ്റെ മോനെ എന്ത് ചെയ്തു ഷട്ടപ്പെട്ടി പറഞ്ഞ് എന്ത് ചെയ്തു ഇംഗ്ലീഷ് അങ്ങനെ സെറ്റാക്കി. ഓക്കെ, her classmates and teachers were very kind and helpful. ഓക്കെ, അവരുടെ ക്ലാസ് ടീച്ചേഴ്സും അവരുടെ എന്താ പറയുക അവരുടെ ക്ലാസ് ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എന്താണ് എല്ലാവരും അടിപൊളിയായിരുന്നു. ഷി ഹാഡ് നോ ഫീലേഴ്സ് സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. ഒരിക്കലും നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് എന്ത് തോന്നിയിട്ടില്ല, ഓ ഞാനൊരു മലയാളി അല്ലേ, ഞാനൊരു ഇന്ത്യക്കാരി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്താ വേർതിരിച്ച് നിർത്തും, അങ്ങനൊന്നും ഒരു ഒറ്റപ്പെടൽ ഒരിക്കലും ആർക്ക് തോന്നിയിട്ടില്ല, നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നിയിട്ടില്ല. മിസ് ഹോപ്കിൻസ് who taught mathematics went out of the way to make her comfortable. മിസ് ഹോപ്കിൻസ് എന്ന് പറയുന്ന ടീച്ചർ എന്ത് ചെയ്തു, നമ്മളാണ് ഇവിടെ എന്ത് വിളിക്കാം, നമ്മളിവിടെ സോഷ്യൽ ടീച്ചർ, മാത്സ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, നമ്മൾ പിന്നെ എന്താണ് അബാക്കസ് ടീച്ചർ, കരാട്ടെ ടീച്ചർ അങ്ങനെ വിളിക്കുക. ഒരിക്കലും നമ്മൾ ഇന്ത്യക്ക് പുറത്ത് എന്ത് വിളിക്കൂല, മാത്സ് മാം അല്ലെങ്കിൽ അങ്ങനെ വിളിക്കൂല. ദേ കാൾ ദ നെയിംസ് മിസ്റ്റർ ഹോക്കർ, മിസ്റ്റർ വാക്കർ, മിസ്റ്റർ സോക്കർ, മിസ്റ്റർ ഹോപ്കിൻസ് അല്ലേ. അവരെന്താ മിസ് അല്ലെങ്കിൽ മിസ്സിസ് എന്ന് ചേർത്താ വിളിക്കുക, പേരാ വിളിക്കുക. പേരിൻ്റെ മുന്നിൽ ഒരു ബഹുമാനമായിട്ട് എന്ത് ചെയ്യും, മിസ് അല്ലെങ്കിൽ മിസ്റ്റർ ചേർക്കും. ദാറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു തരത്തിലാണ് എന്ത് ചെയ്യുക നമ്മൾ വിളിക്കുക അല്ലേ. So, ഇവിടെ നോക്കാം, Miss Hopkins who taught mathematics went out of the way to make her comfortable. The only thing that upset her was her classmates pronounced her name. അപ്പോൾ കുഞ്ഞിച്ചിരുതൊക്കെ എന്താണ് ക്ലാസ്സിൽ വന്നപ്പോൾ ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല. ഷി വാസ് എക്സ്ട്രീംലി ഫൈൻ ദ. അവിടെ ഫ്രണ്ട്സ് നല്ലതാണ്, ടീച്ചേഴ്സ് നല്ലതാണ്, എല്ലാവരും നല്ലതാണ്. ആകെ ഒരു കാര്യത്തിൽ മാത്രമേ കുഞ്ഞിച്ചിരുതൊക്കെ പ്രശ്നമുള്ളൂ. ആ പ്രശ്നമുള്ള കാര്യം എന്താണ്, ആരും അവളെ പേരെന്ത് ചെയ്യില്ല, മധ്യർക്ക് പറയില്ല. Nobody pronounces her name. ആരും എന്ത് ചെയ്യില്ല, അവളെ കാര്യം പറയില്ല, സോറി പേരെന്ത് ചെയ്യുന്നില്ല, മധ്യർക്ക് പറയുന്നില്ല. എല്ലാവരും എന്നൊക്കെ വിളിക്കുന്നു. Okay, now even Miss Hopkins found her name difficult to pronounce. She did try though. She managed to get the last part right, but she still found the first part a tongue twister. അപ്പോൾ ഈ പറയുന്ന മിസ് ഹോപ്കിൻസിന് പോലും എന്താണ് അവളെ പേര് മതിയാർക്ക് വിളിക്കാൻ കഴിയുക, ഈ ചിരുദാ മാത്രം എന്ത് ചെയ്യും നമ്മുടെ മിസ് ഹോപ്കിൻസ് കറക്റ്റ് വിളിക്കും. ഫസ്റ്റ് പാർട്ട് കൊയിൻചി. ഓക്കെ, അതെന്ത് ചെയ്യില്ല, ഇപ്പോഴും പുള്ളിക്ക് എന്ത് ചെയ്യില്ല, ടീച്ചറിനെ വിളിക്കാൻ കഴിയുന്നില്ല. അവിടെ അത് വീണ്ടും എന്താണ് ടങ് ട്വിസ്റ്ററായിട്ട് പോയി പോകും. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കുക, ഹായ് കേറ്റ്. കുഞ്ഞിച്ചിരത വെയിറ്റ് ബാക്ക്. കേറ്റ് വാസ് ഷോപ്പിംഗ് വിത്ത് ഓൺ. അങ്ങനെ എന്താണ് കേറ്റ് വന്നു, ഹായ് കേറ്റ്. കുഞ്ഞിച്ചിരത വെയിറ്റ് ബാക്ക്. Kate was going shopping with her aunt. Kate എന്താണ് ആൻറ്റിയുടെ കൂടെ ഫുള്ള് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. There were 24 students in grade 1. അവരെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടടാ, 24 കുട്ടികൾ എന്തുണ്ട് അവരെ ക്ലാസ്സിലുണ്ട്. ഓക്കെ, കുഞ്ഞിച്ചിരുത was not only non-American student in her class. കുഞ്ഞിച്ചിരുത മാത്രമൊന്നുമല്ല എന്താ അവിടെ ഒരു നോൺ അമേരിക്കൻ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത്, അതായത് അമേരിക്കക്കാരി അല്ലാത്തത്. കുഞ്ഞിച്ചിരുത മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് കുട്ടികൾ എന്തുണ്ട് അമേരിക്കക്കാരല്ലാത്തതുണ്ട്. ഇൻഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ്. ക്ലാസ്സിലെ പകുതി കുട്ടികളും എന്താണ് വേറെ പല സ്ഥലത്തുമുള്ള രാജ്യത്തുമുള്ള കുഞ്ഞുങ്ങളാണ്. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണോ? അങ്ങനെ ഓക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സ് അടിച്ചേ. ഒന്ന് കമൻറ്റ് ബോക്സിൽ ഓക്കെ ആണ് മിസ്സേ, സെറ്റാണ്, യെസ് മാം ഇറ്റ് ഈസ് ക്ലിയർ എന്നൊന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ക്ലിയർ പറഞ്ഞേടാ. പറഞ്ഞേ. യെസ് ഇറ്റ് ഈസ് ക്ലിയർ, വെരി ഗുഡ്. ഓക്കെ, യെസ് ഓക്കെ ആണ് മിസ്സേ, സെറ്റാണ്, ഇറ്റ് ഈസ് ക്ലിയർ എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. യെസ് മാം ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം, അല്ലെങ്കിൽ അണ്ടർസ്റ്റുഡ്. ഓക്കെ,
So, now we have a question here. ഇവിടെ നോക്ക്, why didn't കുഞ്ഞിച്ചിരുത feel a stranger at all at the school? നമുക്കറിയാം എന്താണ്, because എന്താണ് റീസൺ എന്താണ്? Because നോക്ക്, കുഞ്ഞിച്ചിരുത did not feel a stranger at all at the school because എന്താണ്? She was not the only non-American സ്റ്റുഡൻ്റ് അല്ലേ. അവളുടെ ക്ലാസ്സിലുള്ള അമേരിക്കക്കാരി അല്ലാത്ത ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ കുഞ്ഞിച്ചിരുത മാത്രമല്ല, വേറെയും കുഞ്ഞുങ്ങൾ എന്തുണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ why കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ ആറ്റ് ദ സ്കൂൾ അല്ലേ. അപ്പോൾ അവർ മാത്രം എന്തല്ല, യെസ്, ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ളത് എന്തല്ല, ലൈക്ക് അമേരിക്കക്കാരി അല്ലാത്ത ഒരു കുട്ടി നമ്മുടെ കുഞ്ഞിച്ചിരുത മാത്രമല്ല. ഷി വാസ് നോട്ട് ഓൺലി ദ നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ്. ഓക്കെ, മെനി മോർ വർ ദർ. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ എന്തുണ്ടായിരുന്നു, വേറെയും ഉണ്ടായിരുന്നു. ഇനി നോക്കുക, നമ്മൾ നേരത്തെ നിർത്തിയത് എവിടെയാണ്, ആരൊക്കെയാണ് കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾ, ഏതെല്ലാം രാജ്യത്തിലുള്ളവരാണ് കുഞ്ഞിച്ചിരുതയുടെ കൂട്ടുകാർ? ഇവിടെ നോക്കിയേ, ടു ഇമിഗ്രന്റ് ഫാമിലീസ് there were students from Canada. Oh my god, കാനഡയിൽ എന്നുള്ള മക്കളുണ്ട്, മെക്സിക്കോ എന്നുള്ള മക്കളുണ്ട്, ഇറ്റലി എന്നുള്ള മക്കളുണ്ട്, യു എ എന്നുള്ള മക്കളുണ്ട്, ഈജിപ്റ്റ് ആൻഡ് ചൈന, ഈജിപ്ത് എന്നുള്ള മക്കളുണ്ട്, ചൈനയിൽ നിന്നുള്ള മക്കളുണ്ട്. ഓ മൈ ഗോഡ്, എല്ലാ സ്ഥലത്തും മക്കളുമുണ്ട്. ഓക്കെ, യെസ്, വളരെ ഹൈബ്രിഡ് ആണ് സിസ്റ്റം. കുഞ്ഞിച്ചിരുത വാസ് ഓൺലി ഇന്ത്യൻ. പക്ഷെ അവിടെ ആരാ മാത്രമാണ് ഇന്ത്യൻ കുട്ടിയുള്ളത്? നമ്മുടെ കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ സ്റ്റുഡൻറ്റ്, ഓൺലി ഇന്ത്യൻ ചൈൽഡ്. ഓക്കെ, അങ്ങനെ കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. കുഞ്ഞിച്ചിരുത റോഡിലൊക്കെ അങ്ങനെ ഒരുപാട് ഇന്ത്യൻസിലൊക്കെ കാണും. ഓക്കെ, ഷി ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷി മെറ്റ് പ്രകാശ്. ഓക്കെ, പ്രകാശ് ആരാണ്? കുഞ്ഞിച്ചിരുതക്ക് അവിടെ ഒരാളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ആരെ കാണുമ്പോഴാണ് കുഞ്ഞിച്ചിരുതക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്? പ്രകാശ് എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ. ഷീ ഫെൽറ്റ് ഹാപ്പി ഓൾവേസ്. പ്രകാശ് ran a confectionery near her school. പ്രകാശ് എന്ത് ഒരു കൺഫെക്ഷൻ അവിടെ തൊട്ട സ്കൂളിൻ്റെ അടുത്ത് he used to run എന്താണ് ഒരു കൺഫെക്ഷണറി. ഓക്കെ, സോ പറഞ്ഞേ, വാട്ട് ഈസ് കൺഫെക്ഷണറി? നമ്മൾ സ്വീറ്റ്സ് ബേക്ക് ചെയ്യില്ലേ, മിഠായി ഉണ്ടാക്കുന്ന കടയാണ് എന്താ, കൺഫെക്ഷണറി എന്ന് പറയാം. അപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്ത് മിഠായി ഉണ്ടാക്കുന്ന, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയാണ് എന്താ, കൺഫെക്ഷണറി. അത് നടത്തുന്ന ആളാണ് ആര്? നമ്മുടെ പ്രകാശ്. ഓക്കെ, കുഞ്ഞിച്ചിരുത thought he looked remarkably like her uncle ഹരീഷ്. ഓക്കെ, അപ്പോൾ കുഞ്ഞിച്ചിരുതൊക്കെ എപ്പോഴും ഈ പറയുന്ന പ്രകാശനെ കാണുമ്പോൾ ആരെ പോലെ തോന്നും? നമ്മുടെ അവളെ നാട്ടിലുള്ള അങ്കിളായിട്ടുള്ള ഹരീഷിനെ പോലെ തോന്നും. Only Prakash looked a lot older. കുറച്ചുകൂടി വയസ്സായിട്ട് ആർക്ക് തോന്നും? നമ്മുടെ പ്രകാശന് തോന്നാറുണ്ട്. Almost as old as മുത്തശ്ശൻ. മുത്തശ്ശനെ പോലെ ഇച്ചിരി പ്രായമുണ്ടെന്നുള്ളു. പക്ഷെ എന്താണ്, മുഖവും ചിരിയൊക്കെ ആരാണ് അല്ലെ? ഹരീഷ് അങ്കിളിന്റെ പോലെയാണ്. He had gazed curiously at her. അപ്പോൾ നമ്മുടെ പ്രകാശ് ഏട്ടനും എന്ത് ചെയ്യാണ്, നമ്മുടെ ചിരുതക്കുട്ടി എങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. The first time she bought some candy from the store. അപ്പോൾ നമ്മുടെ എന്താണ്, കുഞ്ഞിച്ചിരുത അയാൾ കയ്യിൽ നിന്ന് കുറച്ച് ക്യാൻഡിയൊക്കെ വാങ്ങിയ സമയത്ത് അയാളും ഇങ്ങനെ ഇവള് നോക്കി, ഇത് എവിടുന്നാപ്പാ നല്ലൊരു ക്യൂട്ട് കുട്ടി അല്ലേ, എവിടുന്നാണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മോള് എവിടുന്നാണെന്നുള്ള രീതിയിൽ നമ്മുടെ എന്താണ് പ്രകാശ് ഏട്ടനും ഇങ്ങനെ നോക്കി. ഓക്കെ, നോക്കാം, പ്രകാശ് ഏട്ടനെ കാണാൻ ആരെ പോലെ ഉണ്ടെന്നാ പറഞ്ഞത്? ചിരുതക്കുട്ടിയുടെ നാട്ടിലുള്ള അങ്കിളിനെ പോലെയുണ്ട്. പക്ഷെ അങ്കിൾ എന്തല്ല, ഇത്ര വയസ്സായിട്ടില്ല. വയസ്സായിട്ടുള്ള ആൾ ആരാണ് വീട്ടിലുള്ളത്? മുത്തശ്ശനാണ്. നോക്കാം, all her classmates called him Mr. Prakash. അപ്പോൾ എല്ലാവരും പ്രകാശ് എന്താ വിളിക്കുക? മിസ്റ്റർ പ്രകാശ് എന്ന് വിളിക്കും. പക്ഷെ കുഞ്ഞിച്ചിരുത തോട്ട്, അവൾക്ക് തോന്നി, ഇറ്റ് ഈസ് റൂഡ്, ഇതെന്താ, ഇത് ക്രൂരമായതാണ്, നമ്മളങ്ങനെ വിളിക്കാൻ പാടില്ല. അയാൾക്ക് ഒന്നില്ലെങ്കിലും അദ്ദേഹത്തിന് എന്തോരം വയസ്സുണ്ട് അല്ലേ, എത്ര പ്രായമുള്ള ആളാണ് നമ്മുടെ മുത്തശ്ശൻ. ബാക്ക് ഹോം ഇൻ കേരള ഷി വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ അല്ലേ. ഇതെങ്ങാനും അങ്കിൾ എങ്ങാനും എന്താണ് നാട്ടിലാണെങ്കിൽ നമ്മളെല്ലാവരും എന്താ വിളിക്കാം? പ്രകാശ് അങ്കിൾ എന്നാ വിളിക്കുക. ഇവിടെ എല്ലാവരും മിസ്റ്റർ പ്രകാശ്,
മിസ്റ്റർ പ്രകാശ് എന്നെന്ത് ചെയ്യാൻ വിളിക്കുകയാണ്. പക്ഷെ നമ്മൾ നാട്ടിലാണ് എന്ത് വിളിക്കും, എല്ലാവരും പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കായിരുന്നു. The next time she went to the store, പ്രകാശ് waited affectionately on her head. അടുത്ത പ്രാവശ്യം കുഞ്ഞിച്ചിരുത അവിടെ മിഠായി വാങ്ങാൻ പോയി. മിഠായി വാങ്ങിയ സമയത്ത് നമ്മുടെ അങ്കിൾ എന്ത് ചെയ്തു, അവളെ ജസ്റ്റ് ഇങ്ങനെ തലയിൽ എന്ത് ചെയ്യും, ഒരു സ്നേഹത്തോട് കൂടി അവളൊന്ന് എന്ത് ചെയ്തു, ഇങ്ങനെ പാറ്റ് ചെയ്തു. പാറ്റ് ചെയ്യാന്ന് പറയാൻ നമ്മളിങ്ങനെ തട്ടുക. ഓക്കെ, അതേപോലെ അവളെ തലയിൽ ജസ്റ്റ് ഒരു ബ്ലെസ്സിങ് പോലെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്ന് തട്ടി. കുഞ്ഞിച്ചിരുത, എന്താ മോളെ പേര്? മൈ നെയിം ഇസ് കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈറ്റൻഡ്. അദ്ദേഹം ഭയങ്കര ഹാപ്പിയായി. ഓ കുഞ്ഞിച്ചിരുത, നൈസ് നെയിം. വൈറ്റ് ഹി വൈറ്റ് ഹിസ് ഐസ് വൈറ്റൻഡ് എന്ന് പറയുന്നത് കണ്ണൊക്കെ അങ്ങനെ ഒന്നും കൂടി തുറന്ന് ചിരിക്കൂലേ നമ്മൾ. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. അവൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായി. നോക്കുക, പ്രകാശ് uncle was the first person outside her family to pronounce her name perfectly in New Jersey. ന്യൂ ജേഴ്സിയിൽ പ്രകാശ് അങ്കിളാണ് എന്ത് ആദ്യമായിട്ട് അവളെ പേര് എന്ത് ചെയ്തത്, ഒന്ന് സ്വസ്ഥമായിട്ടും ഒന്ന് ശരിയായും എന്ത് ചെയ്തതാ വിളിച്ചത്. ഓക്കെ, അപ്പോൾ അങ്കിൾ പ്രകാശ് ആണ് എന്ത് അവളെ പേര് ന്യൂ ജേഴ്സിയിൽ വന്നതിന് ശേഷം അവളെ പേര് എന്ത് ചെയ്തത് ഒന്ന് ശരിക്കും പ്രൊനൗൺസ് ചെയ്ത് വിളിച്ചത് ആരാണ്? പ്രകാശ് അങ്കിൾ മാത്രമാണ്. നെക്സ്റ്റ് നോക്കണേ മക്കളെ, അടുത്ത നോക്കുക. She nodded her head and beamed at him. അവൾ എന്ത് ചെയ്തു, ജസ്റ്റ് തല ഇങ്ങനെ ആട്ടി ഇങ്ങനെ അവളിങ്ങനെ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി ചിരിച്ചു. ഇനി ഇവിടെ നമുക്ക് എന്തിൻ്റെ അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കുക, why did കുഞ്ഞിച്ചിരുത think it was rude to call പ്രകാശ് by name? നമുക്കറിയാം എന്താണ് in Kerala people don't call others നമ്മുടെ പേര് മാത്രം എന്തെങ്കിലും നമ്മളിവിടെ കേരളത്തിൽ ആരും എന്തെങ്കിലിടാ നമ്മളിവിടെ വിളിക്കാറില്ല അല്ലേ. നമ്മളൊന്നെങ്കിൽ നീ ചേച്ചി, ചേട്ടൻ, അല്ലെങ്കിൽ എന്താണ് സർ, മാഡം. ഒഫീഷ്യലാണ് നമ്മൾ സർ, മാഡം എന്ന് പറയും. ടീച്ചേഴ്സാണ് നമ്മൾ പറയും ടീച്ചർ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് പേരിൻ്റെ മുൻപ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പലതും വെക്കും, അല്ലെങ്കിൽ പേരിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അഡ്ജക്റ്റീവ്, ചേട്ടാ, ചേച്ചി, അച്ഛ, മൂത്തച്ഛൻ, മൂത്തമ്മ, അച്ഛമ്മ, അച്ഛൻ, ഇളയച്ചൻ, മൂത്തച്ഛൻ, മാമ, മീമ, മേമ എന്നൊക്കെ നമ്മൾ ഒരു അമ്മാവൻ, അമ്മായി, അമ്മോഷൻ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഓരോന്ന് വെക്കും അല്ലേ. ഇവിടെ മാത്രം എന്താണ് മിസ്റ്റർ, മിസ്. എന്ത് രസമാണ്, എന്ത് ഡീസൻ്റാ അല്ലേ. ലൈക്ക് ആ ഒരു വേ ഓഫ് എന്താണ് സ്റ്റൈലാണ് ഒരു വെസ്റ്റേൺസും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക അല്ലേ, എസ്പെഷ്യലി വെസ്റ്റേൺസ്. നോക്കാം അടുത്തത്. What was കുഞ്ഞിച്ചിരുതാ's reaction when പ്രകാശ് pronounced her name correctly? She felt immense happy. അവൾ എന്താണ് ഭയങ്കരമായിട്ട് ആൾ എന്തായി, she felt happy, immensely happy. She was happy അല്ലേ, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി നോക്കുക, പ്രകാശ് suddenly switched over to മലയാളം. ഒരൊറ്റടിക്ക് പ്രകാശൻ അതുവരെ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞ് സംസാരിച്ച് പ്രകാശൻ എന്ത് ചെയ്തു, ഒരൊറ്റടിക്ക് മലയാളത്തിൽ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? അയാൾ ചോദിക്കുകയാണെ, എൻ്റെ മോളെ ഇപ്പോഴും എന്താണ് ആളുകൾക്ക് കുഞ്ഞിച്ചിരുത എന്നൊക്കെ ഉള്ള നാടൻ പേര് അല്ലെങ്കിൽ പഴയ പേര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഴയ പേരൊക്കെ കുഞ്ഞുങ്ങൾ ഇടാറുണ്ടോ എന്ന് ചോദിച്ചു. ഹി വാണ്ടഡ് എ ലോട്ട്. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വാണ്ട് അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുത വിചാരിക്കുക, എൻ്റെ പ്രകാശ് അങ്കിൾ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല എൻ്റെ പേരിനൊരു സംശയം. എല്ലാവർക്കും കുറേ പേർക്ക് എന്തുണ്ടായിരുന്നു, ഒരു അത്ഭുതം ഉണ്ടായിരുന്നു, ഒരു അതിശയം ഉണ്ടായിരുന്നു, ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് എന്ത് പേരാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല എന്താണ് ഈ പേരിട്ട് എന്നുള്ളത്. ഷി ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷി ബിക്കേം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട്. അവൾ സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ എന്താണ് എല്ലാവരോടും ഇതിന് മറുപടി പറയാൻ തുടങ്ങിക്ക്. ഷി ബിക്കേം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട്. ഓഫ് കോഴ്സ് ഷി ന്യൂ വെരി വെൽ ഹൗ ഷി ഗോട്ട് ഹെർ നെയിം. പക്ഷെ അവൾക്കൊരു കാര്യം ഭംഗിയായിട്ട് അറിയാം, എങ്ങനെയാണ് കുഞ്ഞിച്ചിരുതക്ക് ഈ പേര് കിട്ടിയത്. ഹൗ ഡിഡ് ഷി ഗെറ്റ് ഹർ നെയിം, അല്ലെങ്കിൽ how she was named as കുഞ്ഞിച്ചിരുത. ആരെ പേരാ നോക്ക്. ഷി ടോൾഡ് ഹിം അബൌട്ട് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അവളുടെ
ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ വല്യമ്മ, വല്യമ്മൻ്റെ അമ്മ. ഓക്കെ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ പേരാണ് ഹു ബിക്കേം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. 18 വയസ്സിൽ സ്കൂൾ ടീച്ചറായ അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറെ കുറിച്ച് അവൾ പറഞ്ഞു. ഷീ ഹാഡ് ഓൺലി സീൻ ഫെയിലിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ആ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ പേരാണ് എന്ത്, കുഞ്ഞിച്ചിരുത എന്നുള്ളത്. ആ കുഞ്ഞിച്ചിരുതയുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്താണ്, അവർ 18 വയസ്സിൽ അന്ധകാലം ടീച്ചറായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കും ബഹുമാനത്തിനും സ്നേഹത്തിലൊക്കെയാണ് ഇവൾക്ക് കുഞ്ഞിച്ചിരുത എന്ന് പേരിട്ടത്. കുഞ്ഞിച്ചിത later learned from Amma that Prakash belonged to a village not far from her town. കുറെ കഴിയുമ്പോൾ അമ്മയോട് ഇങ്ങനെ പ്രകാശ് ഏട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പ്രകാശ് ഏട്ടൻ പറഞ്ഞു, അല്ല അമ്മ പറഞ്ഞു, മോളു നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമം. He had arrived in America almost half a century ago. 50 വർഷത്തിന് മേലെയായി എന്താ പ്രകാശൻ എന്ന് പറയുന്ന ആള് അവിടെ വന്ന് ജീവിക്കുന്നത്. A few days before the spring break, a girl named spring break, a girl named Antoinette took admission in Kunyichirda's class. സ്പ്രിംഗ് സീസണായി, സ്കൂൾ പൂട്ടാനായ സമയത്താണ് അവരുടെ ക്ലാസ്സിൽ പുതിയൊരു കുട്ടി വന്ന് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് her name is Antoinette. Antoinette എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ് തോന്നുന്നു. ഓക്കെ, നോക്കൂ, she was from a city called Marseilles in France. ഫ്രാൻസിലെ മെർസലിനസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആര് വരുന്നത്, നമ്മുടെ ആൻറ്റോയിനറ്റി. നിങ്ങൾ കുറച്ച് ഈ പേര് എഴുതി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ആൻറ്റോയിനറ്റി എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്തു, അവിടെ വന്ന് അഡ്മിഷൻ എടുത്ത്. അതോടുകൂടി എന്തായി, her mother was working in multinational company. She was given a project in New Jersey, so the family had relocated. അവർ അമ്മയുടെ കമ്പനി ജോയിൻ ചെയ്യണം, അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. Antoinette and Kunyichida was amused to find that her classmates and teachers had trouble pronouncing Antoinette's name too. അപ്പോൾ ആൻറ്റോണിറ്റയ്ക്കും നമ്മുടെ കുഞ്ഞിച്ചിരുതക്കും മനസ്സിലായി ഇവർ രണ്ടാളെ പേര് പറയാൻ ഈ ക്ലാസ്സിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, ടീച്ചേഴ്സിന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കി. നോക്ക്, Antoinette's name too, most of them pronounce it as an Antoinette. Okay, അപ്പോൾ എല്ലാവരും എന്ത് പറയും, Antoinette എന്ന് വിളിക്കുന്ന ഒരു തരത്തിലേക്കായി. ബട്ട് കുഞ്ഞിച്ചിത learned from Antoinette that the name ought to be pronounced, oh my god, Antoinette. Oh, it is not actually Antoinette. Okay, it is Antoinette. എന്താ രസമല്ലേ, Antoinette അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഓക്കെ, നോക്ക്, Antoinette, ഇറ്റ്സ് നോട്ട് ആൻറ്റോയിനറ്റ്. അപ്പോൾ ആൻറ്റോയിനറ്റ് എന്നുള്ളത് ഇപ്പോൾ ഇവരൊക്കെ വിളിച്ച മാതിരിയായിപ്പോയി. ശരിക്കും എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ ഇറ്റ് ഈസ് Antoinette. ഓക്കെ, കുഞ്ഞിച്ചിത ട്രൈ ടു സേ ദാറ്റ് വേ. കുഞ്ഞിച്ചിരുത് എന്ത് ചെയ്തു, അതേപോലെ എന്ത് ചെയ്തു, കറക്റ്റ് അത് പറഞ്ഞു പഠിച്ചു. ആരെ, നമ്മുടെ കുഞ്ഞിച്ചിരുത. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ പാഠം. എല്ലാവർക്കും നമ്മുടെ പാഠം ഇഷ്ടമായോ? ചോദ്യം, ലെറ്റ്സ് സ്പീക്ക് കൊറിയൻ എന്നൊക്കെ അവിടെ പറയുന്നത്. നമ്മൾ മലയാളികൾക്ക് എല്ലാ ഭാഷയും എന്ത് ചെയ്യും, അതിൻ്റെതായ രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പറ്റും. യു നോ വൈ? ബിക്കോസ് നമ്മുടെ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ എല്ലാ അക്ഷരങ്ങൾക്കും നമ്മുടെ നാവ് എന്താണ്, ഫ്ലെക്സിബിൾ ആണ്. സോ വി ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സെൻറ്റ്. ഓക്കെ, നമുക്ക് ഏത് ഇതും അതിൻ്റെതായിട്ടുള്ള ആക്സെൻറ്റിൽ നമുക്ക് പറയാൻ പറ്റും ഗൈസ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞടാ. ഓക്കെ ആണോ? എല്ലാവർക്കും ഇഷ്ടമായ നമ്മളെ പാഠം? ഇനി നമുക്ക് ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ പഠിക്കണ്ടേ?
പഠിക്കണം അല്ലേ? യെസ്, നമുക്കത് പഠിക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ പഠിക്കണം. അത് നമ്മൾ പഠിക്കുക എവിടേക്ക്? നമ്മുടെ അടുത്ത ക്ലാസ്സിലായിരിക്കും. അപ്പം മിസ് ഒന്നുകൂടി നിങ്ങളോട് നമ്മുടെ വജ്ര ബാച്ചിനെ കുറിച്ച് റിമൈൻഡ് ചെയ്യാണ്. യെസ്, ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? നമ്മുടെ യൂട്യൂബിൽ, നമ്മുടെ ആപ്പിൽ മക്കൾ ഇവിടെ എല്ലാവരും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ട്. നോക്ക്, നമ്മുടെ ആപ്പിലെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മുടെ സൈലത്തിൻ്റെ വജ്ര ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതിന് പുറത്താണ് എന്ത്? നമ്മുടെ യൂട്യൂബിലുള്ള കുഞ്ഞുങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് മക്കളെ നോക്ക്. നിങ്ങൾ യൂട്യൂബിൽ മാത്രം ക്ലാസ് കാണുന്ന കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ യൂട്യൂബിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ക്ലാസ് കാണുള്ളൂ. ഇതിലും കൂടുതൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം എവിടെ പഠിക്കും? വിശദമായിട്ട് ഒന്നുകൂടി എന്താണ് 2 വട്ടം. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ആപ്പിലേക്ക് വരുമ്പോൾ എന്താണ്? വി റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ നോട്ട്സ്, കാര്യങ്ങൾ, എക്സാംസ് ഒക്കെ എന്തായിരിക്കും? ആപ്പിൽ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ എത്രയും വേഗം എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് അവർ ക്ലാസ്.